ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജൂലീസ് ഡേ ഔട്ട്. കുറേ ദിവസമായി ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട് എനിക്കൊരു ചെറിയ സർജറി ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഒന്ന് ചെറുതായിട്ട് ഓക്കെ ആയപ്പോൾ ക്രിസ്മസ് അല്ലേ, ഒന്ന് രാത്രിയിൽ പുറത്തൊക്കെ പോയേക്കാമെന്ന് കരുതി ഫസ്റ്റ് തന്നെ വെട്ടുകാട് ചർച്ചിലാണ് വന്നത്. അവിടെ വന്നപ്പോൾ കുറേ ലൈറ്റ്സൊക്കെ കണ്ടു, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അപ്പോൾ കരുതി വീഡിയോസൊക്കെ എടുത്ത് നിങ്ങളായിട്ടൊക്കെ ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ. ഒരുപാട് ക്രൗഡായിരുന്നു. ക്രൗഡിനിടയിലായിട്ടൊക്കെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് വേഗം തിരിച്ചു ശംഖുമുഖത്ത് ബീച്ചിൽ വന്നു. അവിടെ വന്നപ്പോൾ എനിക്കൊന്ന് വെട്ടുകാട് പള്ളിയിലുണ്ടായിരുന്നു, അത്രയും ക്രൗഡില്ലായിരുന്നു. അപ്പോഴാണ് അവിടെ ഒരു പപ്പറ്റ് ഷോ കണ്ടത്. ഭയങ്കര രസമായിരുന്നു. കുറേ നേരം ഞങ്ങളത് കണ്ടിരുന്നു. പപ്പറ്റ് ഷോ നടത്തുന്ന ആർട്ടിസ്റ്റിൻ്റെ പേര് ശ്യാംലാൽ വെമ്പായം എന്നായിരുന്നു. പക്ഷേ നല്ല രസമായിരുന്നു, ഭയങ്കര ഫണ്ണി ആയിട്ട് തോന്നി. അങ്ങനെ കുറേ സമയം അതൊക്കെ കണ്ടു നിന്നു. പിന്നെ അവിടേക്ക് കുറേ നടക്കാൻ തോന്നി. അങ്ങനെ നടന്ന് എല്ലായിടത്തും ഒരുപാട് സമയമൊന്നും സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ അത്ര അങ്ങോട്ട് ഹെൽത്തായിട്ട് ഓക്കെ ആയില്ല. ഓക്കെ ആവത്തുകൊണ്ട് ഒത്തിരി സമയമൊന്നും നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് പോയി. കുറേയൊക്കെ നടന്നപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ടയർഡായി. പിന്നെ മമ്മിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കാണാൻ. പിന്നെ തിരിച്ച് വരുന്ന വഴിക്ക് അത്യാവശ്യം നല്ല പോസ്റ്റായി, കാരണം നല്ല ബ്ലോക്കായിരുന്നു. കുറേ സമയമെടുത്തു ബ്ലോക്കൊന്ന് ക്ലിയറായി വരാനൊക്കെ. പിന്നെ ഞങ്ങൾ പാളയം സൈഡൊക്കെ വന്നു. അവിടെ വന്നപ്പോൾ കണ്ടില്ലേ, ഒരുപാട് സ്റ്റാർസും ഭയങ്കര രസമായിരുന്നു. ഞാൻ കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസിനും ഞാൻ ഇവിടെ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ മമ്മി ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. മമ്മി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ പാളയം ചർച്ചിൻ്റെ അവിടെ തന്നെ ചെറിയൊരു ഫെസ്റ്റ് ഉണ്ടായിരുന്നു. അവിടെ കയറിയപ്പോൾ മമ്മിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതേ കണ്ടോ, ഭയങ്കര ഹാപ്പി ആയിട്ട് കൂടെ വരുമായിരുന്നു. ഈ ടൈം ഏകദേശം രാത്രി ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അവിടെയൊക്കെ പോയിട്ട് വന്നതിൻ്റെ തിരക്കിൽ ഞാൻ സമയം ഓർത്തത് പോലെയില്ല. അപ്പോൾ എനിക്ക് പെയിൻ അത്യാവശ്യം നല്ല രീതിയിൽ വന്നു സർജറി കഴിഞ്ഞപ്പോൾ. കാരണം മെഡിസിൻ കഴിക്കേണ്ട ടൈം കുറച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ മമ്മിയുടെ ടൈം എത്രയെന്ന് ചോദിക്കുന്നത്. അപ്പോഴാണ് മമ്മി പറഞ്ഞ് 10 o'clock ഒക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞു. എങ്കിലും കുഴപ്പമില്ല, ഇതൊക്കെ കണ്ട് മമ്മിയും ഹാപ്പി ആയിട്ടൊക്കെ നടക്കുന്നുണ്ടപ്പോൾ ഞാനും അതങ്ങ് മറന്നുപോയി. പുൽക്കൂടൊക്കെ കണ്ട് ഭയങ്കര രസമുണ്ട്, നോക്കി. വെൽക്കം. അപ്പോൾ ഇവിടെ എന്താ നോക്കാം. അപ്പോൾ എന്തേ കണ്ടില്ലേ, ഇവിടെ കുറേ ആർട്ട് വർക്ക്സൊക്കെ ഉണ്ട്. കൊള്ളാം, നല്ല രസമുണ്ട് കാണാനായിട്ട്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്നാലും കഴിഞ്ഞ വർഷത്തെ ഉള്ളതിനെക്കാട്ടിലും ഈ തവണ കുറച്ച് സ്റ്റാർസും ഡെക്കറേഷൻസും ഒക്കെ കുറവായിട്ടാണ് എനിക്ക് തോന്നിയത് ചർച്ചിലൊക്കെ വന്നപ്പോൾ. എന്നാലും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. മമ്മിക്കൊക്കെ ഭയങ്കര സന്തോഷമായി. എന്തോരം സ്റ്റാർസാണെന്ന് നോക്കി, ഭയങ്കര ബ്യൂട്ടിഫുൾ, കണ്ടുകൊണ്ടേ നിൽക്കാൻ തോന്നും. നല്ല രസമുണ്ട്.
ഒരുപാട് നടക്കാൻ വയ്യാത്തതുകൊണ്ട് നല്ല പെയിൻ കൂടിയതുകൊണ്ടും ഞങ്ങൾ ഒരുപാട് സമയം ഇവിടെ സ്പെൻഡ് ചെയ്തില്ല. അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ട്രിവാൻഡ്രത്തെ ക്രിസ്മസ് വിശേഷങ്ങളൊക്കെ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യണം തോന്നി. ഇത് കനകക്കുന്നിലേക്ക് പോകുന്ന വഴിയാണ്. അവിടെ ട്രീസൊക്കെ കണ്ട് എത്ര ബ്യൂട്ടിഫുള്ളായിട്ട് ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ളത് നോക്കൂ. അതിനകത്ത് കാരണം എന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് തീരെ വയ്യായിരുന്നു, അതുകൊണ്ട് പിന്നെ കയറിയില്ല. കണ്ടോ, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ന്യൂ ഇയറിനൊക്കെ ഇതിലും ഭയങ്കര ഗംഭീരമായിരിക്കും. അപ്പോൾ എൻ്റെ ട്രിവാൻഡ്രത്തെ ക്രിസ്മസ് കൊച്ചു വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം.